الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العظيم. وقال النبي صلى الله عليه وسلم: فإن الحسد يأكل الحسنات كما تأكل النار الحطب، كما قال شفيعنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ഹിജ്റ കലണ്ടറിൻ്റെ അവസാനത്തെ ചില ദിവസങ്ങളാണ് ഇനി നമുക്ക് ശേഷിക്കുന്നത്. ഒരു വർഷം അവസാനിക്കാൻ പോകുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂ ഇയർ, പുതിയ വർഷത്തിൻ്റെ തുടക്കമാസം എന്ന് പറയുന്നത് അത് മുഹറം മാസമാണ്. ഇന്ന് ദുൽഹിജ്ജ 25. കേവലം 4-5 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തിൻ്റെ അവസാനവും അടുത്ത വർഷത്തേക്കുള്ള പ്രവേശനവും ഖൈറായ രീതിയിൽ, അല്ലാഹു തൃപ്തിപ്പെട്ട രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് മലക്കിനോട് അനുവാദം കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദുനിയാവിൻ്റെ ജീവിതം എത്രയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ടായിരുന്ന നമ്മുടെ വാപ്പമാർ, ഉമ്മമാര്, അവരുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, കുടുംബത്തിലെ പലരും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി നമ്മൾ യാത്ര അയച്ചവരുമാണ്. ഇനി നമ്മൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പും നടത്തേണ്ടവരുമാണ്. നമ്മുടെ ഈ ബാഹ്യമായ ഈ നമസ്കാരം കൊണ്ടോ, നമ്മൾ പിടിക്കുന്ന നോമ്പ് കൊണ്ടോ, നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് നമ്മൾ ചിലവഴിക്കുന്ന ദാനധർമ്മങ്ങൾ കൊണ്ടോ എനിക്കും നിങ്ങൾക്കും റബ്ബിൻ്റെ മുന്നിൽ പിടിച്ചു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പ് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ 12 മാസത്തോളം ഞാനും നിങ്ങളും ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിൻ്റെ മുമ്പിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം നന്മകളാണ്, എത്രത്തോളം തിന്മകളാണ് ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ട ദിവസങ്ങളാണ്. പരിശുദ്ധമായ പോരിശേറിയ ദുൽഹിജ്ജ മാസം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ കഅബാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന മാസം കൂടിയാണ് ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്.
ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഹാജിമാരെ കാണുമ്പോൾ ആദ്യമായി സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന കണ്ണുകളോട് ആ കരങ്ങളോ പിടിച്ചുകൊണ്ട് നമ്മൾ അവരോട് ദുആ ചെയ്യാൻ പറയണം. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്നും നിങ്ങളുടെ ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലിയത്തുള്ളതാക്കി സ്വീകരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ചു ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ റബ്ബിന്റെ മുന്നിൽ ബാഹ്യമായ അമലുകൾ വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ഞാനും നിങ്ങളും ഈ സമയത്തൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബാഹ്യമായ അമലുകൾ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ട നിർബന്ധമായ ഇബാദത്തുകളാണ്. നമ്മൾ നേരത്തെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് കടന്നു വരുന്നു, നമസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇമാമും ജമാഅത്തായിട്ട് നമ്മൾ നമസ്കരിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയം വിശുദ്ധിയുള്ളതാണോ, നമ്മുടെ ഹൃദയം ശുദ്ധമാണോ എന്ന് ഞാനും നിങ്ങളും വിലയിരുത്തണം പ്രിയപ്പെട്ടവരെ. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആമുഖമായി എടുത്ത് ഓതി വെച്ച ആയത്ത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസം, അല ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഹൃദയശുദ്ധിയുള്ളവർക്കല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ദിവസത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അവിടെ നമസ്കാരവുമായി മുന്നോട്ട് പോയവർ വിജയിച്ചു എന്ന് പറഞ്ഞില്ല. സ്വതക്ക നൽകിയവർ, നോമ്പ് പിടിച്ചവർ, ഇബാദത്തുകൾ ചെയ്തവർ ആ ഒരു ദിവസത്തിൽ രക്ഷപ്പെടും, അവർക്ക് ആ അമലുകൾ പ്രയോജനപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ല. അവിടെ പറഞ്ഞത് ബിഖൽബിൻ സലീം, ഹൃദയശുദ്ധിയുള്ള കറ കളഞ്ഞ ഹൃദയവുമായി ആരാണോ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നത് അവനാണ് റബ്ബിന്റെ മുന്നിൽ ആ ഹിസാബെല്ലാം പിടിച്ചു നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ കൽബിൻ സലീം എന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്ത, വഞ്ചനയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഹൃദയത്തിനാണ് കൽബിൻ സലീം എന്ന് പറയുന്നത്. നോക്കൂ, ഹൃദയശുദ്ധി കൊണ്ട് സ്വർഗം പ്രവേശിച്ച സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സ്വഹാബി ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ മസ്ജിദ് നബവിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറയുകയാണ്, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സഹാബത്ത് മുഴുവനും ആശ്ചര്യത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏത് മനുഷ്യനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാമം കൊണ്ട് സ്വർഗത്തിന്റെ ശഫാഅത്ത് ലഭിച്ച ആ സ്വഹാബി ആരാണെന്ന് സഹാബാക്കൾ മുഴുവനും നോക്കിയിരിക്കുകയാണ്. അതാ കടന്നു വരികയാണ് സാധാരണ ഒരു സഹാബി, അൻസാരികളിൽപ്പെട്ട സാധാരണ ഒരു സഹാബി അതാ കടന്നു വരികയാണ്. വുളൂ ചെയ്തുകൊണ്ട് വുളൂവിന്റെ വെള്ളം കാടിൽ നിന്ന് വിറ്റിയിട്ട് വീഴുന്ന ഇടതുകൈയിൽ തന്റെ ചെരുപ്പുമായി കടന്നു വരുന്ന ഒരു സഹാബി. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിന്റെ അവകാശിയായ മനുഷ്യൻ ഇപ്പോൾ കടന്നു വരുമത്രേ. രണ്ടാമത്തെ ദിവസവും അതേ മനുഷ്യൻ തന്നെയാണ് കടന്നു വരുന്നത്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ സാക്ഷിയാക്കി പറയുന്നു, റജുലുൻ മിൻ അഹ്ലിൽ ജന്നാ, സ്വർഗ്ഗം അല്ലാഹു നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു മനുഷ്യനതാ കടന്നു വരികയാണ്. അതേ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു, സഹാബിമാരിൽ പ്രമുഖനായ സഹാബിയാണ് അദ്ദേഹം. അതാ ആ മനുഷ്യനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹവുമായി പിന്തുടരുകയാണ്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ പിന്തുടരുകയാണ്. കാരണം 3 ദിവസവും അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത്, ആ മനുഷ്യൻ എന്ത് രഹസ്യ ഇബാദത്താണ് ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ പിന്തുടർന്നു.
അവസാനം അദ്ദേഹത്തിന്റെ വീടെത്തിയപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ വാപ്പയുമായി ചെറിയ പിണക്കത്തിലാണ്, ഞാൻ എൻ്റെ വാപ്പയുമായി ചെറിയൊരു പിണക്കത്തിലാണ്. 3 ദിവസം അങ്ങയുടെ അതിഥിയായി ഞാൻ ഇവിടെ കഴിഞ്ഞുകൊള്ളട്ടെ. 3-ാമത്തെ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ വാപ്പയുമായുള്ള പിണക്കം ഞാൻ മാറ്റാമെന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയോട് പറയുകയാണ്. അവിടെ നമുക്ക് പഠിക്കാൻ വേറൊരു വിഷയമുണ്ട്. കാരണം 3 ദിവസത്തിൽ കൂടുതൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി പിണങ്ങിക്കഴിയാൻ പാടില്ല എന്ന് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. എന്തുമാകട്ടെ, അങ്ങനെ ആ മനുഷ്യൻ അനുവാദം കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു, ഓരോ സെക്കൻഡുകളും എനിക്ക് വിലപ്പെട്ടതാണ്. അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയായതുപോലെ അള്ളാന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് ഞാനും സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു അമല് അദ്ദേഹത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് അതാ 1-ാമത്തെ ദിവസം കടന്നു പോവുകയാണ്, 2-ാമത്തെ ദിവസവും കടന്നു പോവുകയാണ്. 3-ാമത്തെ ദിവസത്തിന്റെ രാത്രി അതാ മനുഷ്യൻ പറയുകയാണ്, അതേ സഹാബാ, 3 ദിവസവും ഞാൻ നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി കഴിഞ്ഞുകൂടി. പക്ഷേ അങ്ങക്ക് പ്രയാസമുണ്ടാവില്ല എങ്കിൽ ഞാനൊരു സത്യം പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ എൻ്റെ വാപ്പയുമായി പിണങ്ങിക്കഴിഞ്ഞതല്ല, ഞാൻ എൻ്റെ കുടുംബവുമായി പിണങ്ങിക്കഴിഞ്ഞതല്ല. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് 3 ദിവസവും പറഞ്ഞപ്പോൾ ആ 3 ദിവസവും കടന്നു വന്നത് അങ്ങയാണ്. അങ്ങ് എന്ത് അമലാണ് പ്രത്യേകിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കളവ് പറഞ്ഞുകൊണ്ട് അങ്ങയോടൊപ്പം ഞാൻ കൂടിയതാണ്. പക്ഷേ അങ്ങ് സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നുണ്ട്, രാത്രി മുഴുവനും നിസ്കരിക്കുന്നത് പതിവല്ല, എല്ലാ ദിവസവും അങ്ങ് നോമ്പ് പിടിക്കുന്നില്ല. അതേ, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, പക്ഷേ ഖുർആൻ ഓതുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. ഇതേ പ്രവർത്തനങ്ങളാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രവർത്തനമാണ് അങ്ങക്ക് അള്ളാന്റെ റസൂൽ ഇത്രത്തോളം മഹത്വം നൽകിയത്? ആ മനുഷ്യൻ പറയുകയാണ്, പക്ഷേ ഞാൻ കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ, ഒരു മുസ്ലിമിനോടും എന്റെ ഹൃദയത്തിൽ ഞാൻ പകവയ്ക്കുകയില്ല, ഒരു മുസ്ലിമിനോട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ അഖ്സുസിദ അഹദൻ അലാ ഖൈറിൻ അഅതാഹു അല്ലാഹു ഇയ്യാ. അല്ലയോ സഹാബേ, അള്ളാന്റെ റസൂല് ഏത് മനുഷ്യർക്ക് എന്ത് അനുഗ്രഹങ്ങൾ നൽകിയാലും ഒരു മനുഷ്യനോടും എനിക്ക് അസൂയയില്ല എന്ന് ആ സഹാബത്തിനോട് പറയുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കുകയാണ്, അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈ ഹൃദയവിശുദ്ധി കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിൽ നിന്നും അങ്ങ് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല, ഹജ്ജല്ല, ഉംറയല്ല, അത് ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. കറകളഞ്ഞ, അസൂയയില്ലാത്ത, വഞ്ചനയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, ആരോട് വൈരാഗ്യമില്ലാത്ത ഒരു ഹൃദയമുണ്ടെങ്കിൽ അതാണ് ഖൽബിൻ സലീം. ആ ഒരു ഹൃദയമാണ് റബ്ബിന് വേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ബാഹ്യമായ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടില്ല എന്നല്ല പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും റബ്ബ് സ്വീകരിക്കും. പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഒരു ജുമഅയ്ക്ക് പറഞ്ഞ ഒരു ഹദീസുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ മുഫ്ലിസ്, ദരിദ്രൻ എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തു കൂട്ടിയ അമലുകളെല്ലാം റബ്ബിന്റെ മുന്നിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോയി അവനെങ്ങാനും റബ്ബിന്റെ കോടതിയിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ അമലുകളും അവനിലേക്ക് തിരിച്ചു മടക്കി അവരുടെ പാപങ്ങളെല്ലാം റബ്ബ് നമ്മുടെ മേൽ ഏൽപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അതിനൊരു മാനദണ്ഡമല്ല, നമ്മുടെ നിസ്കാരം അതിനൊരു മാനദണ്ഡമല്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാൻ നിസ്കാരം ഒരു മാനദണ്ഡമല്ല. പക്ഷേ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് പ്രിയപ്പെട്ടവരെ. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബി എന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാനതൻ തുദ്കറു മിൻ കസറത്തി സ്വലാത്തിഹാ. ഇവിടെ ഒരു സ്ത്രീ ഉണ്ട് നബിയെ,
ധാരാളം നിസ്കരിക്കുന്ന സ്ത്രീയാണ്. ധാരാളം നോമ്പ് പിടിക്കുന്ന സ്ത്രീയാണ്. ധാരാളം സ്വതക്കകൾ ചെയ്യുന്ന സ്ത്രീയാണ്. പക്ഷേ ആ സ്ത്രീ തന്റെ നാവ് കൊണ്ട് സ്വന്തം അയൽക്കാരനോട് വിദ്വേഷത്തോടു കൂടി ദ്രോഹിക്കുന്ന സ്ത്രീയാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിയ ഫിന്നാർ. ആ സ്ത്രീ നരകത്തിലാണ്. ആ സ്ത്രീ നരകത്തിലാണ്. ഹൃദയവിശുദ്ധി കൊണ്ട് ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയുമ്പോൾ അതേ ഹൃദയം ശുദ്ധിയില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു സ്ത്രീയെ അള്ളാഹുവിന്റെ റസൂൽ നരകത്തിന്റെ അവകാശിയാണെന്ന് പറയുകയാണ്. നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ ഇബാദത്തുകൾ, എൻ്റെ അമലുകൾ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം വിശുദ്ധി ഉള്ളതാണോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വസ്ത്രം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി മറ്റുള്ളവർ കാണണമെന്ന രീതിയിൽ നമ്മൾ വസ്ത്രം ധരിച്ചു വരുമ്പോൾ എൻ്റെ ഹൃദയം എന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിന്റെ ചിന്തകളും എൻ്റെ പ്രവർത്തനത്തിന്റെ എൻ്റെ ശരീരത്തിന്റെ ചലനങ്ങളും എന്നും നിയന്ത്രിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ചിന്ത എന്തേ എനിക്കും നിങ്ങൾക്ക് വരാതിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ച സംഭവിക്കുന്നത്. അള്ളാഹു കാണുന്നു എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതം അവിടെ പരാജയമാണ്. നമ്മുടെ ജീവിതം വളരെ പ്രയാസത്തിൽ പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം നമ്മൾ ചെയ്യുന്ന അമലുകൾ മറ്റുള്ളവരോട് അസൂയ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരോട് പക വെച്ച് കഴിഞ്ഞാൽ ആ നന്മകൾ മുഴുവൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ബുഖാരി ഷരീഫിൽ കാണുന്ന ഒരു ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നൽ ഹസദ, തീർച്ചയായും അസൂയ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി നല്ല രീതിയിൽ വാഹനമുള്ള, ഭവനമുള്ള, സാമ്പത്തികമായി വളരെ മുന്നോട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അവനെ നോക്കി നമ്മൾ ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല. എനിക്കില്ലാത്ത കഴിവ് അല്ലാഹു സുബ്ഹാനഹു തആല അടുത്തവൻ നൽകുമ്പോൾ അത് നഷ്ടപ്പെട്ട് അത് നശിച്ചു പോകട്ടെ എന്ന് നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹു അവനേക്കാൾ എത്രയോ നന്മകൾ, എത്രയോ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി റബ്ബിന് ശുക്ർ ചെയ്യുന്ന ഖൽബിൻ സലീം, യഥാർത്ഥ കറകളഞ്ഞ ഹൃദയത്തിന്റെ വക്താക്കളാകാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫൈനൽ ഹസന, നിശ്ചയമായും അസൂയ എന്ന് പറയുന്നത് യഅകുലുൽ ഹസനാത്ത്, മുഴുവൻ നന്മകളെയും അത് തിന്നു കളയുന്നതാണ്. കമാ തഅകുലുൻ നാർ ഹതബ, വിറകിനെ തീ കാർന്നു തിന്നുന്നത് പോലെ നമ്മുടെ നന്മകളെയും അസൂയ കാർന്നു തിന്നുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അസൂയയില്ലാത്ത, വഞ്ചനയില്ലാത്ത, വിദ്വേഷമില്ലാത്ത യഥാർത്ഥ നല്ല സ്വഭാവത്തിന്റെ വക്താക്കളായി ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അവിടെ നിന്റെ മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനും കപടമായ വാദങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അള്ളാന്റെ റസൂലിന്റെ സഹാബിയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ദരിദ്രനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചിലവിന് കൊടുക്കുന്ന മിസ്തഹ് എന്ന് പറയുന്ന സഹാബി അറിയാതെ ആ പ്രചരണത്തിൽ ഏർപ്പെട്ടു പോയി. മുഴുവൻ ആൾക്കാരും ആയിഷ സിദ്ദീഖ തെറ്റുകാരിയാണെന്ന് അപവാദങ്ങൾ പ്രചരിച്ചപ്പോൾ അറിയാതെ ആ മിസ്തഹ് എന്ന് പറയുന്ന സഹാബിയും അതിൽ ഏർപ്പെട്ടു പോയി. അവസാന വിശുദ്ധമായ ഖുർആൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോൾ ആ കുപ്രചരണത്തിൽ മിസ്തഹും ഏർപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് ഒരു സത്യമെടുക്കുകയാണ്. വല്ലാഹി സത്യം, ഇനി മുതൽ മിസ്തഹിന് ഞാൻ ചിലവിന് കൊടുക്കുകയില്ല എന്ന്, മിസ്തഹിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കുകയില്ല. കാരണം മിസ്തഹ് എന്റെ മകളെ അപവാദം പറഞ്ഞവരുടെ കൂട്ടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മേലാൽ ഞാൻ ചിലവിന് കൊടുക്കുകയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്.
അറിയാം, ചരിത്രത്തിലെ ഏറ്റവും സോഫ്റ്റ് കോർണർ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ സ്വന്തം മകളെ അപവാദം പറഞ്ഞ കൂട്ടത്തിൽ നമുക്കാണെങ്കിലും അങ്ങനെ തോന്നൂല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ നന്മകൾ ചെയ്യുന്ന, നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലും അല്ലാത്ത ഒരു മനുഷ്യൻ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ പിന്നീട് നമ്മൾ സഹായം ചെയ്യാൻ നമ്മൾ തയ്യാറാകും. മനുഷ്യ സഹജമായി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തു. പക്ഷേ വിശുദ്ധമായ ഖുർആൻ അവിടെ ഒരു ആയത്ത് ഇറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പദവിയിൽ സ്ഥാനത്തിൽ ഉയർന്നവരായ ഒരാൾ പോലും ഇങ്ങനെയുള്ള സത്യം ചെയ്തു കൊള്ളരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വസ്സഅതി അയ്യുതു ഉലിൽ ഖുർബ വൽ മസാകിന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരായ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകൾക്ക് പോലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നൽകുന്ന സമ്പത്ത്, നിങ്ങളുടെ സഹായം നിങ്ങൾ നിഷേധിക്കുമെന്ന് നിങ്ങൾ സത്യം ചെയ്തു കൊള്ളല്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. നിങ്ങൾ അവർക്കിടയിൽ മാപ്പ് നൽകുകയും നിങ്ങൾ അവർക്കിടയിൽ വിട്ടുവീഴ്ചയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഈ ഒരു ആയത്തിന്റെ വചനം കേട്ടപ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് പോവുകയാണ്. നബിയേ, ഈ ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്, എനിക്ക് മനസ്സിലായി നബിയേ. ഞാൻ മുസ്തഖിന് അവൻ നൽകുന്ന ചിലവ് ഞാൻ തടസ്സപ്പെടുത്തി നബിയേ. അല്ലാഹു എനിക്ക് പുറത്തു തരാതിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. അതുകൊണ്ട് മിസ്തങ്ങിന് ഞാൻ ചിലവ് കൊടുക്കുന്നതിനേക്കാൾ അധികം സഹായം ചെയ്തുകൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾക്കിടയിൽ പരസ്പര വിട്ടുവീഴ്ചയുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, കാതുകൊണ്ട്, കൈകാലുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് പോലും തെറ്റുകൾ ചിന്തിക്കുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുന്നതിനെ നിങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ലേ സഹോദരങ്ങളെ? അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും വലിയയും ചെറുതുമായ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഈ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ബിസിനസ്സിൽ ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചാൽ, കുടുംബത്തിൽ ആരെങ്കിലും നമുക്കെതിരെ സംസാരിച്ചാൽ, പകയോടുകൂടി അവനെ കൈകാര്യം ചെയ്യണമെന്ന നിയ്യത്തോടുകൂടി കിടന്നുറങ്ങി അവസാനം അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രമാത്രം ശിക്ഷ തരുമെന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയുള്ള ഹൃദയം മാറ്റി റബ്ബിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ സ്നേഹവും തൃപ്തിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ദൃഢനിശ്ചയമാകട്ടെ ഇൻഷാ അല്ലാഹ്. പുതുവർഷത്തിന്റെ നമ്മുടെ നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മയ്യത്ത് നമസ്കാരമുണ്ട്. യഥാർത്ഥ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണം, ദുആ ചെയ്യണം. ഞാൻ പ്രത്യേകം നിങ്ങളോട് വസിയത്ത്, ഞാൻ ഇതുവരെ ആർക്കും വസിയത്ത് ചെയ്തിട്ടില്ല, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. കാരണം ഞാനും അവരെക്കാളും കടമപ്പെട്ടവരാണ്. എന്തോ ആ ജനാസയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ജുമാ ദിവസമായതുകൊണ്ട് ആ ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്, ആ മാതാവിന് വേണ്ടിയും ലോകത്തിൽ മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് എ.പി.എം. ഷംസുദ്ദീൻ സാഹിബ് കാലിന് കുറച്ച് ഇത്തിരി പരിക്ക് പറ്റി വിശ്രമത്തിലാണ്, അതാണ് ഇന്ന് കാണാത്തത്. അദ്ദേഹത്തിന് വേണ്ടിയും നിങ്ങൾ കാര്യമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും മാറ്റി, സാമ്പത്തിക പ്രതിസന്ധികളും ഞെരുക്കങ്ങളെല്ലാം മാറ്റി സലീമായ ഖൽബോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. إذا صعد الخطيب على المنبر فلا يتكلمن أحد، ومن تكلم فقد لغى، ومن لغى فلا جمعة له. استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين. فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. رضي الله عنه وأمير المؤمنين علي بن أبي طالب رضي الله عنه. اللهم ارحم بين فيك حمزة والعباس وأن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم طهر قلوبنا من النفاق، اللهم طهر قلوبنا من الفساد، اللهم طهر قلوبنا من الحاسد. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى. Una.